നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ. ജീവിതത്തിൽ 1000 സ്വലാത്ത് പതിവാക്കിയാൽ മരിക്കുന്നതിന് മുമ്പ് സ്വർഗത്തിലിരിപ്പിടം കണ്ടിട്ടല്ലാതെ അവൻ മരണപ്പെടുകയില്ലെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ, ആ ഒരു ഹദീസ് നമുക്ക് കേൾക്കുമ്പോൾ നമുക്കും ചെല്ലേണ്ട 1000 സ്വലാത്ത് മരണം വരെ നമുക്കത് നിലനിർത്താൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അത് ഇടമുറിയുന്നുണ്ടെങ്കിൽ അത് തൊണ്ടക്കുഴിയിൽ നിന്ന് റൂഹ് പിരിയുന്ന അന്നത്തെ ദിവസമായിരിക്കണം. ഇന്നാണ് മരിക്കുന്നതെങ്കിലും ഇന്നും 1000 സ്വലാത്ത് ചൊല്ലിയിട്ട് നമ്മൾ മരണത്തെ കാത്തു നിൽക്കണം, കഴിയണം. ആ രീതിയിൽ നമുക്ക് സ്വലാത്തിനെ ചൊല്ലാനും സ്വലാത്തിലായി ജീവിക്കാനും കഴിയണം. ഈ സ്വലാത്ത് നിത്യമായി പതിവായി കൊണ്ടു നടക്കണമെങ്കിൽ പലരും വഴിയും കുറച്ച് ദിവസം ചെല്ലും, എനിക്ക് പിന്നെ ചെല്ലാൻ തോന്നുന്നില്ല എന്നുള്ളത്. അതെന്തുകൊണ്ടാണെന്നറിയോ? ഈ സത്യം പറഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങളിലൂടെ ജീവിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ തോന്നുന്നത്. ഈ പ്രശ്നങ്ങളുമായിട്ട് ഇഴങ്ങി ചേർന്ന് പോകുമ്പോഴാണ് നമുക്ക് കൂടുതൽ അള്ളാഹുവിലേക്ക് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അടുക്കാനായിട്ട് കൂടുതൽ പ്രതിസന്ധികൾ കൂടുതൽ വരുമ്പോഴാണ് നമുക്ക് അള്ളാഹ് എന്നുള്ളൊരു ചിന്ത വരിക. അപ്പോഴാണ് നമ്മൾ ഓരോ കാര്യങ്ങളെ തേടി അന്വേഷിച്ച് പോകുന്നത്. അപ്പോഴാണ് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറാൻ നമ്മൾ സ്വലാത്തുകൾ നേർച്ചയാക്കുന്നത്, ഇല്ലെങ്കിൽ സ്വതക്ക ഓരോ കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തപ്പെടുമ്പോഴാണ്. അപ്പോൾ നമുക്ക് ഈ പ്രശ്നങ്ങളെ സ്നേഹിക്കണം. നമ്മൾ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമ്മൾ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കുന്നത്, കൂടുതൽ നന്നാകാനുള്ള വിജയത്തിലേക്ക് എത്താനുള്ള ചവിട്ടുപടികൾ കിട്ടുന്നത് ഈ പ്രശ്നങ്ങളിലൂടെയാണ്. അവിടെ നമ്മളെങ്ങനെ സംയമനം പാലിക്കണം, അവിടെ എങ്ങനെ ആ പ്രശ്നത്തെ പരിഹരിച്ച് കടന്നു ചെല്ലണമെന്നുള്ളത് അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുക. ഒന്നുമില്ലാതെ നമ്മളിങ്ങനെ പോകുമ്പോൾ, നമുക്കൊരു പ്രയാസമില്ല, ബുദ്ധിമുട്ടില്ലാതിരിക്കുമ്പോൾ നമുക്ക് അതങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം നമ്മൾ അതേ സ്ഥാനത്ത് എന്തെങ്കിലും പ്രയാസങ്ങളും പ്രശ്നങ്ങളിലായിട്ട് നിൽക്കുമ്പോൾ ആ പ്രശ്നങ്ങൾ തീരാൻ വേണ്ടി ചിലപ്പോൾ ചെല്ലും. ചിലപ്പോൾ ആ ചെല്ലലെന്ത് ചെയ്യും, അതെന്നേക്കും നിലനിർത്തും. പക്ഷേ ആ പ്രശ്നം മാറലോടുകൂടി ആ ജീവിതം ചിലപ്പോൾ ആകെ മറിയും. അതാണ് സ്വലാത്ത്. അപ്പോൾ ആ സ്വലാത്ത് നമുക്ക് നിലനിർത്താൻ, ആ മുന്നോട്ട് കൊണ്ടുപോകാൻ, സത്യം പറഞ്ഞപ്പോൾ നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളുടെ വിജയത്തിൻ്റെ പിന്നിൽ നമ്മുടെ ശത്രുക്കളാണ്. കാരണം അവരെ നമ്മൾ പരാജയപ്പെടുത്താൻ, അല്ലെങ്കിൽ തെറ്റുകൾ കാണുമ്പോൾ അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നത് നമ്മളെ വിമർശകരായിരിക്കും, നമ്മുടെ ശത്രുക്കളായിരിക്കും. അതേസമയത്ത് നമ്മളെ സ്നേഹിക്കുന്നവർ നമുക്ക് വിഷമമാകുകൊണ്ട് അവർ പറയില്ലത്. അപ്പോൾ നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുന്നത്, അതിൻ്റെ പിന്നിൽ നമ്മളെ കൂടുതൽ എനർജറ്റിക് ആക്കുന്നത്, കൂടുതൽ നമ്മളെ ഉന്നത വിജയത്തിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങളെ അതിജീവിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ സ്വലാത്ത് ചെല്ലണം, എണ്ണത്തിൽ വർദ്ധിപ്പിക്കണം. അങ്ങനെ നമുക്ക് അള്ളാഹുവിനോടൊക്കെ നമുക്ക് ദുആ ചെയ്യുമ്പോൾ പെട്ടെന്ന് കണ്ണുനീര് വരുന്നത്. നമ്മുടെ കാര്യത്തിൽ നമ്മൾ തന്നെ ദുആ ചെയ്യണ്ടേ? അല്ലെ മറ്റൊരാൾ നമുക്ക് വേണ്ടി കരഞ്ഞിട്ട് കാര്യമില്ല, ദുആ വസിയത്ത് ചെയ്യാം. പക്ഷേ എനിക്ക് വേണ്ടി തന്നെ ദുആ ചെയ്ത് കരയുമ്പോഴാണല്ലോ, കണ്ണുനീരോട് ദുആ ചെയ്യുമ്പോഴാണ് ദുആയ്ക്ക് ഒന്നും കൂടി നമുക്കൊരു ഉന്മേഷവും ഒരു ഇഖ്ലാസും ഇതൊക്കെ കിട്ടുന്നത്. എന്തുകൊണ്ടാണ് പലരും ദുആ ചെയ്യുമ്പോൾ കണ്ണുനീര് വരുന്നില്ല എന്ന് പറയുന്നത്? ആ ഒരു പ്രശ്നത്തിലായി ഇഴകി ചേർന്ന് ഇരിക്കുമ്പോഴാണ് നമുക്ക് ഒന്ന് ദുആ ചെയ്യുമ്പോഴേക്കും നമുക്ക് ആ ഒരു ഖൽബിൽ എന്താണ് നമ്മൾ കൊണ്ട് നടക്കുന്നത്, ആ ഒരു പ്രശ്നം നമ്മൾ ആത്മാർത്ഥമായി റബ്ബിനോട് പറയുമ്പോൾ നമുക്ക് കണ്ണുനീര് വരും. ആ പ്രശ്നത്തിലേക്ക് അതെങ്ങനെ മുന്നേറണം, ആ പ്രശ്നമായി ജീവിതത്തിൽ നിന്ന് എങ്ങനെ നമ്മൾ കരകയറണം എന്ന് നമ്മൾ പരിഹാരം തേടുമ്പോൾ അവസാനം സ്വലാത്ത് ചൊല്ലണം, ഇത്ര സ്വലാത്ത് നേർച്ചയാക്കി ചൊല്ലും. ആ പ്രശ്നം മാറലോടുകൂടി നമുക്ക് ആ സ്വലാത്ത് നിത്യജീവിതത്തിൽ പതിവാക്കാനും കഴിയും. അങ്ങനെ അൽഹംദുലില്ലാ ജീവിതത്തിൽ സ്വലാത്ത് പതിവാക്കാൻ 1000 സ്വലാത്ത് മിനിമം കുറയാതെ ചൊല്ലാനൊക്കെ അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഏതൊരു പ്രശ്നത്തിന് പരിഹാരമായാലും സ്വലാത്ത് മുടക്കാതെ നിത്യജീവിതത്തിൽ കുറഞ്ഞത് 1000 നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നാണ് അന്നും ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.